അവതാരകൻ, നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നിങ്ങനെ രമേഷ് പിഷാരടിയെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ കുറെയുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടാണ് പിഷാരടി കരിയറിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് വളർന്നു വലുതായി ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. പിഷാരടി ആദ്യമൊക്കെ ഭാര്യ സൗമ്യയെ പുറംലോകത്ത് കൊണ്ടുവരാറില്ലായിരുന്നു. എങ്കിലും ഇപ്പോൾ പല പൊതുപരിപാടികളിലും താരദമ്പതികൾ ഒരുമിച്ചാണ് വരാറുള്ളത്. ഭാര്യയ്ക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ഉണ്ടായ മണ്ടത്തരങ്ങളെപ്പറ്റി മുൻപ് പലപ്പോഴും പിഷാരടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ സൗമ്യയ്ക്കുണ്ടായ കാഴ്ചപ്രശ്നത്തെപ്പറ്റി പറയുകയാണ് താരം. ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയിട്ട് അത് പാളിപ്പോയതിനെപ്പറ്റിയാണ് നടൻ വെളിപ്പെടുത്തിയത്. ഫ്ലവേഴ്സ് 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു താരം. ഭാര്യ പ്രസവിക്കുമ്പോൾ ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ നിന്ന് സിംഗപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അവിടുത്തെ ഫ്രീ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് മെയിൽ തുറന്ന് കൊച്ചിൻ്റെ ഫോട്ടോ ആദ്യമായി കാണുന്നത്. അന്ന് പൂനെക്ക് നേരിട്ട് ഫ്ലൈറ്റ് ഇല്ല. ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോൾ പൂനെയിലാണ്. അന്ന് മുംബൈയിൽ ഇറങ്ങി 4 മണിക്കൂർ ബസ്സിൽ പോകണം പൂനെക്ക്. നാളെയേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് തന്നെ സർപ്രൈസ് ആയി അവളെ കാണാൻ ചെന്നു. മുംബൈയിൽ ഇറങ്ങി 4 മണിക്കൂർ ബസ്സിലൊക്കെ ഇരുന്നിട്ടാണ് പോകുന്നത്. കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യ നല്ല പവറുള്ള കണ്ണട വയ്ക്കുന്നുണ്ട്. വീട്ടിൽ ചെന്ന് ബെല്ലടിച്ച സമയത്ത് അവളുടെ അമ്മയാണ് വാതിൽ തുറന്നത്. അമ്മ വാതിൽ തുറന്ന ഉടനെ മിണ്ടരുതെന്ന് ഞാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എന്നിട്ട് സൗമ്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായി അവൾ പ്രസവിച്ച് കിടക്കുന്ന മുറിയുടെ വാതിൽക്കൽ പോയി നിന്നു. ആരോ വന്ന് നിൽക്കുന്നത് മനസ്സിലാക്കിയ ഉടനെ അവൾ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് അമ്മേ ആരോ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് അവൾ കണ്ണട വെച്ചിട്ടില്ലായിരുന്നു. അതോടെ അവൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച സർപ്രൈസ് പൊളിഞ്ഞ് പ്രയോജനമില്ലാതെ പോയെന്നും പിഷാരടി പറയുന്നു. പിന്നീട് അവളുടെ കണ്ണട മാറ്റുന്നതിന് വേണ്ടി ലാസിക് ലേസർ ട്രീറ്റ്മെൻറ്റ് നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഓപ്പറേഷന് കയറ്റുന്നതിന് മുമ്പായി എന്നെ വിളിച്ചിട്ട് ഇന്നുവരെ ഇല്ലാത്തൊരു നോട്ടം നോക്കി. എന്താണ് ഇങ്ങനെ നോക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അല്ല ഇനി ഓപ്പറേഷൻ ചെയ്ത് കണ്ണെങ്ങാനും അടിച്ചു പോയാൽ ഒരു ഫോട്ടോ പോലെ എടുത്ത് നോക്കാൻ വേണ്ടി നോക്കിയതാണെന്ന് അവൾ പറഞ്ഞു. അപ്പോഴെനിക്കത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയെന്നും പിഷാരടി കൂട്ടിച്ചേർക്കുന്നു.